എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പുതുവൈപ്പിൻ എന്ന ഈ തീരഗ്രാമത്തിന് ഒരുപാട് സങ്കടങ്ങളുടെ കഥകൾ പറയാനുണ്ട്. അതിലൊന്നാണ് വിഷമദ്യം കഴിച്ച് ജീവൻ പോയ ഈ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിൻ്റെ കഥ. എന്നാൽ പുതുവൈപ്പിൻ ഗ്രാമത്തിന് ചില മാനസാന്തരത്തിൻ്റെ കഥകളും പറയാനുണ്ട്. ഇത് ഒരു തികഞ്ഞ മദ്യപാനിയുടെ മാനസാന്തരത്തിൻ്റെ സാക്ഷ്യചിത്രമാണ്. ഒരു കാലത്ത് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച മദ്യപാനത്തിൽ നിന്നും തിരികെ വന്ന പുതുവൈപ്പിനിലും പ്രദേശത്തുമായി നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളായ കുടുംബനാഥന്മാരെ രക്ഷയിലേക്ക് നയിച്ച MD റാഫേൽ എന്ന കുടുംബനാഥൻ്റെ സാക്ഷ്യചിത്രം. 2017 KCBC മദ്യവിരുദ്ധ സമിതി തിരഞ്ഞെടുത്ത മികച്ച മദ്യവിരുദ്ധ സമിതി പ്രവർത്തകന്റെ അവാർഡിന്റെ സാക്ഷ്യം. ചില കുടുംബങ്ങളിലേക്ക് യേശു വന്നു പിറക്കുമ്പോൾ അവിടെ വരുന്ന മാറ്റത്തിൻ്റെ സാക്ഷ്യചിത്രം. അതെ, ഇതാണ് പിറവിയുടെ സന്തോഷങ്ങൾ. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാൻ ഒറ്റ മകനായിരുന്നു. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് പുതുവൈപ്പുണ്ടായ കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ തെങ്ങുകളൊക്കെ വളർന്ന് ഒരുവിധം കായ്ഫലമായ സമയത്ത് ചെത്താൻ കൊടുക്കും. ചെത്താൻ കൊടുക്കുമ്പോൾ ചെത്തുകാർ വന്ന് നല്ല കള്ളാണ്, അത് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഞാനൊക്കെ ഒരു ഗ്ലാസും കൊണ്ട് ഈ ചെങ്ങിൻ്റെ ചോട്ടിൽ പോയിരിക്കും. അപ്പോൾ അവർ ആ ഒരു ഗ്ലാസ് കള്ള് അതിനകത്ത് ഒഴിച്ചു തരും. അങ്ങനെ ചെറുപ്പത്തിലേ തുടങ്ങി ചെറിയൊരു മദ്യത്തിൻ്റെ ഒരു സാന്നിധ്യം എന്നിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വലുതായി, ഞാൻ ജോലിക്കാരനായി. ഞാനും അറിയാതെ മത്സ്യത്തൊഴിലിലേക്കാണ് വന്നത്. അങ്ങനെ തൊഴിലാളിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ, എനിക്ക് 21 വയസ്സുള്ളപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. അത് ഗോതുരുത്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഗോതുരുത്തി എന്ന് പറയുമ്പോൾ അന്ന് ഗോതുരുത്തി എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് പള്ളിപ്പുറം. അതുകൊണ്ട് തന്നെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വീട്ടുകാരാണെങ്കിലും ഇങ്ങനെ അല്പം മദ്യമൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞാനും അറിയാതെ അതിലേക്ക് അങ്ങനെ പതിയെ വീണുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഇവിടെ മത്സ്യത്തൊഴിലാളി ഉന്നമനത്തിന് വേണ്ടി അന്നത്തെ സർക്കാർ ഈ മത്സ്യത്തൊഴിലാളി ചെറിയ ഗ്രാമസംഘങ്ങൾ രൂപീകരിച്ചു. അങ്ങനെ ഒരു ഗ്രാമസംഘത്തിൻ്റെ ബോർഡ് മെമ്പറായിട്ട്, ഓച്ചന്തരം ഗ്രാമസംഘത്തിൻ്റെ ബോർഡ് മെമ്പറായിട്ട് എന്നെ അന്നത്തെ പാർട്ടിക്കാർ നിയോഗിച്ചു. അങ്ങനെ ഞാൻ രാഷ്ട്രീയമായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ ആ ഒരു സാന്നിധ്യം, രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യം എന്നെ വീണ്ടും മദ്യത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ശരിക്കും ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഈ ഗ്രാമസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്കൊരു വള്ളം കിട്ടി. വള്ളം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് അന്ന് ഗവൺമെൻറ് അനുവദിച്ചത്. 14 വഞ്ചി കൂടിയുള്ള ഒരു പരമ്പരാഗത മീൻപിടുത്തമായിരുന്നു ഞങ്ങളുടേത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 20 ആൾക്ക് കൂടി ചേർന്നൊരു വള്ളം ഔട്ട് ബോർഡ് എഞ്ചിൻ ഉപയോഗിച്ച് മീൻ പിടിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി തന്നു. പക്ഷേ ഈ 1 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ വള്ളം പണി തീർത്ത് ഇറങ്ങുന്നതിന് വേണ്ടി അത്രയും കാശ് തന്നെ വരേണ്ടി വന്നു. അപ്പോൾ ആളുകളോട് കടം കൊള്ളേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്നെയാണ് അതിൻ്റെ ലീഡറും കേഷ്യറുമാക്കി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് കാശ് അവർക്ക് മേടിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പടിപ്പടിയായിട്ട് അമിതമായ മദ്യപാന ശീലത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. പിന്നീട് വള്ളം പണിക്ക് പോയി കാശ് വന്നപ്പോൾ എൻ്റെ കൂടെ കുറേ കൂട്ടുകാരും ഞാനും ഇങ്ങനെ എല്ലാ ദിവസവും കുടിക്കും. ഏത് മദ്യഷാപ്പിൽ നിന്നും എനിക്ക് കടം കിട്ടുമ്പോൾ പണിയെടുത്ത് കിട്ടുമ്പോൾ കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഞാനൊരു ശരിക്കും മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി തന്നെയായി തീർന്നു. സുഭാഷിതങ്ങളിൽ പറയുന്നതുമാരെ നീ മദ്യം ചുവന്ന് തിളങ്ങിയിരിക്കുന്ന ഗ്ലാസ്സിൽ നോക്കിയിരിക്കരുത്. അത് നിന്നെ പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. നീ വിചിത്ര കാഴ്ചകൾ കാണും. നീ പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെ ആയിത്തീരും. നിന്നെ അടിച്ചു, നിനക്ക് വേദനിച്ചില്ല. നിന്നെ പ്രഹരിച്ചു, നീ അറിഞ്ഞില്ല. ഇന്നീ എപ്പോഴാണ് ഞാൻ ഉണരുക? എനിക്കിനിയും കുടിക്കണം. ഇത് ശരിക്കും എന്നെപ്പറ്റി മാത്രം പറഞ്ഞു വെച്ച ഒരു വാചകമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് ഞാൻ ഉണരുന്നത് കുടിക്കാനാണ്, ഉറങ്ങുന്നത് അടുത്ത ദിവസം ഉണർന്ന് ഏറ്റവും കുളിക്കാൻ ആ അവസ്ഥയിലേക്ക് എത്തി.
എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എവിടെ ചോദിച്ചാലും കടം കിട്ടും. പക്ഷേ പിന്നീട് എനിക്ക് കടം കിട്ടാതെ എന്ന് മാത്രമല്ല, ഞാൻ അറിയാതെ ഈ വള്ളത്തിൻ്റെ കേഷ്യർ സ്ഥാനത്ത് നിന്നൊക്കെ എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ഞാൻ ഞെരുക്കപ്പെട്ടു. അന്നേരം എനിക്കറിയാനൊന്നും പാടില്ല ഇതാണ് അവസ്ഥയെന്നൊന്നും. പക്ഷേ എൻ്റെ ജ്വരം മുഴുവൻ പിന്നെയും കുടിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവസാനം ഞാൻ വള്ളത്തിൻ്റെ ആരേക്കാരനും കേശരൊക്കെ അതിൻ്റെ പേരിൽ പലരും ഒരു വള്ളത്തെ കയറണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. ഈ അനുവാദത്തെ ഞാൻ ചൂഷണം ചെയ്യും. പിന്നെ പടിപ്പടിയായിട്ട് എന്നെ സ്നേഹിച്ചിരുന്നവരൊക്കെ എന്നെ കണ്ട വഴിമാറി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിത്തീർന്നു. കാരണം അവർ വരുമ്പോൾ അവരുടെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആ 10 രൂപ ഞാനെടുത്തുണ്ടെങ്കിൽ കുടിക്കും. അപ്പോൾ എനിക്ക് തരാൻ പറ്റില്ലെന്ന് അവർക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മാറിക്കളയും. ഈ അവസ്ഥയിലേക്ക് അത്രയും അഭിമാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. മദ്യപാനം കൊണ്ട് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരോഗ്യം, അതൊക്കെ ഞാൻ പിന്നീട് പഠിച്ചതാണ്. ആരോഗ്യനഷ്ടം, നാനനഷ്ടം, ആത്മീയമായിട്ടുള്ള നഷ്ടം. പക്ഷെ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഞാൻ അനുഭവിച്ചു. ഏതാണ്ട് ഞാൻ അമിത കുടിയനായി തരുന്നത് 86 തുടങ്ങി 91 വരെ. പക്ഷേ ആ 5-6 വർഷം ഞാൻ അല്ലാതായി തീർന്നു. ഇതാണ് ഈ മദ്യം എന്തോ ഒരു വ്യക്തി നശിപ്പിക്കുമോ അതിന് ഏറ്റവും വലിയ സാക്ഷി, ഏറ്റവും വലിയ ഒരു വ്യക്തി ഞാൻ തന്നെ. എൻ്റെ പരമാവധി എന്നെ നാശത്തിലേക്ക് മദ്യം കൊണ്ടെത്തിച്ചു. പാപത്തിൻ്റെ ചില വലിയ തകർച്ചകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ചെറുതായി അത് ആരംഭിക്കുന്നു. പതിയെ അത് കീഴടക്കുന്നു. ആത്മാവിനെയും ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും അത് നശിപ്പിക്കുന്നു. സകലതും നശിപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെ അമിതമായി മദ്യപിച്ച് നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കലും ഞാൻ എൻ്റെ ഭവനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവരെങ്ങനെ കഴിയുന്നു, എന്താണ് അവരുടെ ജീവിത രീതി, എനിക്കതൊന്നും ചിന്തിക്കാൻ നേരമുണ്ടായിരുന്നില്ല. വള്ളത്തിൽ പോയി അന്ന് ഒരു തൊഴിലാളിക്ക് 2000 രൂപ കിട്ടണമെങ്കിൽ ഞാൻ 3000 രൂപ കുടിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. കൂട്ടുകാർക്ക് മേടിച്ചു കൊടുത്ത് ഞാനും അടിച്ചു നടക്കും. വള്ളത്തിൽ പോയിരുന്നവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ കുടുംബം ഓരോ ദിവസം തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അതുവരെ വള്ളത്തിൽ പോണതിനെക്കാട്ടി മുമ്പ് വള്ളം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യങ്ങൾ പോലും നശിച്ചു എന്നത് മാത്രമല്ല, എൻ്റെ കുടുംബം ഓരോ ദിവസവും തകർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എൻ്റെ മോളാണ്. അവൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എല്ലാ ദിവസവും രാത്രി 10-10:30 മണിക്ക് ശേഷം കടന്നു വരും, ഭാര്യയായിട്ട് വഴക്കിടും, മക്കളെ കണ്ട് അവരെ വഴക്ക് പറയും. അവരൊരിക്കലും സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്കാണ് എൻ്റെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ഭാര്യ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എല്ലാ വെള്ളിയാഴ്ച ഉപവസിച്ച് 3 വർഷമായിട്ട് അവൾ നിരന്തരം പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അതിനൊരു നിമിത്തമായിട്ട് സ്നേഹാലയത്തിൽ നിന്ന് ലെറ്റർ വരികയാണ്. ആ ലെറ്റർ ഫെബ്രുവരി 16 ക്യാമ്പ് കൂടാൻ എന്നെ ക്ഷണിച്ചുകൊണ്ടായിരുന്നു. ഞാൻ അപ്പോഴൊന്ന് ക്യാമ്പ് കൂടുതലും തീർത്ത് പറഞ്ഞു എൻ്റെ ഭാര്യയോട്. അങ്ങനെ 16 രാവിലെ എൻ്റെ ഭാര്യ പറഞ്ഞ് ക്യാമ്പിന് പോകണില്ലെങ്കിൽ ഇന്ന് കുടിച്ചിട്ട് വന്നാലും ഞാൻ വീട്ടിൽ പോയി കളയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനതൊന്നും അതിൻ്റെ രാവിലെ പോയി കുടിച്ച് അമിതമായിട്ട് മദ്യപിച്ച് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലില്ല. അവൾ പോയത് തറവാട്ടിലേക്കാണ്, നമ്മുടെ അടുത്തേക്കാണ് പോയത്. പക്ഷെ ഞാനതൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല. ഞാൻ വീണ്ടും ഇറങ്ങിയാണ് കുളിക്കാൻ. അങ്ങനെ അന്നൊരു ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അങ്ങോട്ടേക്ക് ഞാൻ പോയി. അതിന് തൊട്ടടുത്ത വീട്ടിൽ രാത്രി 11 മണിയിരുന്ന് കുടിച്ചിട്ട് അവരവസാനം എന്നെ അവിടെ നിന്ന് തള്ളി പുറത്തിറക്കി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലോട്ട് വരാതെ ചാരാരാഫി പോയി കുടിച്ച് അവിടെ നിന്നും വീണ്ടും ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഈ ഉത്സവത്തിൻ്റെ കാവടി വന്നു. അവരെ കൂടി ക്ഷേത്രത്തിൻ്റെ തെക്കുവശം നിന്നപ്പോൾ ഞാൻ വീണുപോയി. എനിക്ക് പിന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ഓർമ്മ വരുന്നത്. എങ്കിലും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും കുടിച്ച് ഒരു 10-11 മണിയായപ്പോൾ വീട്ടിൽ വന്ന് കിടന്ന ഒരു ഓർമ്മയുണ്ടായില്ല. എൻ്റെ മകളാണ് ആദ്യം എന്നെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കണതുകൊണ്ട് അമ്മയോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാര്യയുടെ അമ്മനെ വിളിച്ച്, ഭാര്യയുടെ അമ്മ അദ്ദേഹത്തിന് അനിയത്തിനെ വിളിച്ച് അവർ 2 ആളും കൂടി എന്നെ അബോധാവസ്ഥയിൽ സ്നേഹാലയത്തിലേക്ക് കൊണ്ടുപോവുകയും ശരിക്കും 2 ദിവസം കഴിഞ്ഞാണ് 18-ാം തീയതിയാണ് എനിക്ക് ശരിയായ ഒരു ഓർമ്മയിലേക്ക് ഞാൻ വരുന്നത്. ഭക്ഷണം പോലും ഇറങ്ങുന്നതിന് ശേഷമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ഓരോ ദിവസവും ഓരോ ക്ലാസ്സും മദ്യത്തിൻ്റെ ശാസ്ത്രീയമായ ക്ലാസ്സുകൾ, പിന്നെ 2 സിസ്റ്റർമാർ പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഇതെല്ലാം എന്നെ ശരിക്കും സ്പർശിച്ചു. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നത്.
സകലതും തകർന്നവരെ തേടി വന്ന യേശു ഇതാ ഈ ജീവിതത്തിലേക്കും കടന്നുവന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം പുതുവൈപ്പിനിലെ റാഫേലിനെ അത്രയധികമായി സ്നേഹിച്ചു. ഇതാണ് റാഫേലേട്ടൻ്റെ പുതിയ നിയമവചനം. രക്ഷയുടെ തീരത്ത് കാത്തിരുന്ന വലിയ മുക്കുവനായ യേശുവിൻ്റെ സുന്ദരമായ വചനം. ധൂർത്തപുത്രനെ വീണ്ടും വന്ന് പിതാവ് സ്വീകരിച്ച പോലെയാണ് എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും മക്കളും സ്വീകരിച്ചത്. അങ്ങനെ എൻ്റെ ഭാര്യ അന്ന് പോട്ടയിൽ എല്ലാ ദിവസവും പോട്ടയ ദേവാലയത്തിൽ അനുദിന ശുശ്രൂഷയുണ്ട്. അങ്ങനെ ഞാൻ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് ലോറൻസ് പടനിലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ ചെല്ലുമ്പോൾ. ആ ബ്രദറിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 121 സങ്കീർത്തനം, നിൻ്റെ സഹായം എവിടെ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്നുള്ള ആ ഒരു വാക്യം കേട്ടുകൊണ്ട് ഞാൻ കടന്നു ചെല്ലുന്നത്. എൻ്റെ അന്നേരത്തെ അവസ്ഥ വലിയ ദയനീയമായിരുന്നു. ഞാൻ ഈ അമിതമായിട്ടുള്ള മദ്യപാന ശൂലം മൂലം ഞാനൊരു 70,000 രൂപയോളം അന്ന് കടം വരുത്തിയിട്ടുണ്ട്. അന്ന് 70,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു പവന് 1000 രൂപ 1200 വിലയുള്ള കാലഘട്ടമാണ്. അന്ന് 70,000 എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി എന്ന നിലക്ക് ആ സംഖ്യ ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സംഖ്യയായിരുന്നു. പക്ഷേ ഞാൻ അവിടുത്തെ ഈ ഓരോ ബ്രദറിൻ്റെ ആ ക്ലാസ്സും കേട്ട് ഇവിടെ വരുമ്പോൾ എന്നെ വീട്ടിൽ കടക്കാർ പറഞ്ഞേക്കും. ചില ആൾക്കാർക്ക് എൻ്റെ വീടും പറമ്പ് എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ എൻ്റെ ഭാര്യയും ഭാര്യയുടെ അനിയത്തിനും കൂടി അവരെല്ലാം നിലനിർത്തി. അപ്പോസ്തല പ്രവർത്തനം 16:30 പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എനിക്ക് എൻ്റെ വലിയൊരു വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷകനും ആദരവുമായി സ്വീകരിച്ചപ്പോൾ എനിക്ക് വലിയൊരു നേട്ടം എനിക്കുണ്ടായി. 3 കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ദിവസം ഞാൻ പണിക്ക് പോകില്ല. അത് നിർബന്ധമായിട്ടും തരും. കാരണം അത് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാഗ്ദാനമാണ്. കാരണം ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് ഒരാഴ്ചക്കുള്ള ചിലവുള്ള കാശ് കിട്ടുന്നത് പോലെ മിക്കവാറും ഞായറാഴ്ച ഇരിക്കുള്ളൂ. ഇട ദിവസങ്ങളിൽ അത്രയും കിട്ടൂല. പക്ഷേ എങ്കിലും ഞാൻ തീരുമാനമെടുത്തു, ഒരിക്കലും ഞാൻ ഞായറാഴ്ച പണിക്ക് പോകില്ല. മറ്റൊരു കാര്യം, ഞാൻ അനുഭവിച്ച ഈ സന്തോഷം എനിക്കറിയാവുന്ന എല്ലാവരെയും അറിയിക്കും. ഇങ്ങനെ 2 തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. അതനുസരിച്ച് ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലും. ഞങ്ങളും ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഒരു പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് ചൊല്ലും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ തുടങ്ങി. ഇന്ന് കുടുംബം മുഴുവൻ നിറഞ്ഞൊഴുകുന്ന സന്തോഷം. ഒരു നാൾ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നൽകിയ തങ്ങളുടെ അപ്പച്ചനൊപ്പം ഇന്ന് അവർ ഈ തീരത്തുകൂടെ സ്നേഹാർദ്രമായി നടന്നു നീങ്ങുന്നു. പ്രാർത്ഥനയും ദൈവസ്നേഹവും ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. തിന്മയിൽ കഴിഞ്ഞ തൻ്റെ ഭർത്താവിനെ പ്രാർത്ഥനയിലൂടെ തിരികെ നേടിയതിനെക്കുറിച്ച് ഭാര്യയായ ഫിലോമിന. എൻ്റെ പേര് ഫിലോമിന റാഫേൽ. ഞാൻ ഇവിടെ വിവാഹം കഴിച്ചു വന്നത് 1973 ഇവിടെ ഭർത്താവും അമ്മയും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മകനായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നതാണ്. ദാരിദ്ര്യമായിരുന്നെങ്കിലും മത്സ്യത്തൊഴിലാളിയാണ്. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് മദ്യപിക്കാൻ തുടങ്ങി. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് വിശുദ്ധ കുർബാനയോട് ഭയങ്കര ഭക്തിയായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ ഞങ്ങൾ സന്ധ്യക്ക് 7 മണിക്ക് എന്ന് പറഞ്ഞാൽ ജപമാലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതെൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. ആ ഒരു വിശ്വാസം, ഒരു ആത്മീയ ചൈതന്യം എൻ്റെ ഉള്ളിൽ നിന്ന് കെട്ടുപോയിരുന്നില്ല. അതുകൊണ്ട് മറ്റാരും സഹായിക്കാനില്ലെങ്കിലും എൻ്റെ വേദനയും സങ്കടങ്ങളെല്ലാം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഈശോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാലയൊല്ലിയും യേശു രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടും നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. 3 കുഞ്ഞു മക്കളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലും ജീവിച്ചെങ്കിലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് 5 മണി വരെ ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും കൈവിടുകയില്ല. എൻ്റെ ഭർത്താവ് തികച്ചും ഒരു മദ്യപാനായി തീർന്ന സമയത്ത് എപ്പോഴും
ഞാൻ ഒരുപാട് പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. എന്നെ ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഭാര്യ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം. ഭർത്താവ് ഡബിൾ മുണ്ടിൻ്റെ ഒരറ്റം വഴി കൂടി വലിച്ചുകൊണ്ടാണ് വന്നതെന്നും പറഞ്ഞിട്ട് കുടിച്ച് അബോധാവസ്ഥയിൽ വരുമ്പോൾ പലപ്പോഴും അങ്ങനെ നിന്നാപാനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന്. അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ മക്കളൊക്കെ വളർന്ന് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ അവർക്ക് നാണക്കേട്. എൻ്റെ മോളെന്നോട് പറയുമായിരുന്നു, അമ്മ അവിടെ ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടുത്തെ ജോലിയാണ്, അപ്പം കുടിച്ചോന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ഇരുന്ന് അവൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോഴൊക്കെ ഞാൻ സങ്കടപ്പെട്ടു. എന്ത് പറയാം, മക്കളോട് എന്ത് പറയാനാണ്? കർത്താവിൽ ആശ്രയിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് ഉറക്കം വരാറില്ല, ആരോടും പറയാനുമില്ല, എല്ലാം സഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് പെരുവഴി കിടക്കുന്ന സന്ദർഭം പോലും വന്നിട്ടുണ്ട് ചേട്ടൻ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ധ്യാനത്തിന് പോവും, പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും ജീവിച്ചത്. അന്ന് ഞങ്ങൾക്കൊരു ചെറ്റപ്പര ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം എല്ലാം ഇത്രയും ഞങ്ങൾക്ക് തന്നു. ദൈവത്തിനോട് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അങ്ങനെയാണ് കർത്താവാണ് എൻ്റെ അമ്മനെയും നമ്മുടെ അനിയത്തിനോടുകൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അബോധാവസ്ഥയിൽ കടപ്പുറത്ത് കിടക്കുന്ന സമയത്താണ് നമ്മുടെ അനിയത്തിനോടുകൂടെ വന്ന് ചേട്ടനെ കൂട്ടിക്കൊണ്ട് സ്നേഹാലയത്തിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് രാത്രി 12 മണിക്കാണ്. ആ നേരത്ത് അവിടുത്തെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു പോയി. എന്നാലും അവിടെ ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോന്നു. നമ്മുടെ അനിയത്തിയുടെ വീട് അടുത്തായിരുന്നു. അവിടെ നിന്നാണ് എല്ലാ ദിവസവും കൊണ്ടുവന്ന്, അന്ന് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഉടുക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. അങ്ങനെ അമ്മക്കും എൻ്റെ കൊച്ചമ്മവും വലിയ പങ്കുണ്ട്. കർത്താവ് അവരിലൂടെയാണ് ചേട്ടനെ രക്ഷിക്കാനായിട്ട് ആ ആലയത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ വള്ളത്തിൻ്റെ ലീഡറും ക്യാഷ്യറും കൂടി ചേട്ടനായിരുന്നു. ഓരോ ദിവസവും ഒരു 10-30 കൂട്ടുകാരാണ് ഇയാൾ പണിയും കഴിഞ്ഞ് വന്നാൽ. വള്ളത്തിൽ പോകുമ്പോൾ അവർ ജാറ് മേടിച്ചുകൊണ്ട് പോകും കുടിക്കാനായിട്ട്. അതുപോലെ ഉറക്കില്ല, എത്ര താമസിച്ച് കിടന്നാലും ശരിയാണ്, വെളുപ്പിന് എഴുന്നേറ്റ് പോകും കുടിക്കണ ജ്വരം കൊണ്ട്. 5-6 ബാറുകളിൽ സ്ഥിരം കുറ്റിയായിരുന്നു ഇവർക്ക് കൂട്ടുകാർക്ക്. അത് ചേട്ടനെ കൂടി പോയി കുടിക്കും, അപ്പോൾ ബോർഡയിൽ എഴുതും. പിന്നെ ചേട്ടനെ ഇല്ലാത്ത സമയത്തും പോയി ബോർഡയിൽ എഴുതിയിടും. അങ്ങനെ പല കടക്കാരും ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എനിക്കതൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഈ കൊലയിൽ വന്നിരുന്നിട്ടുണ്ട്, കാശ് കൊടുക്കാനുള്ള കാശ് ചോദിച്ചിട്ടുണ്ട്. കർത്താവ് അതെല്ലാം സഹിക്കാണ്ട് ശക്തി. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാം ശരിയാവും. എൻ്റെ കർത്താവ് ദൈവം ഒരിക്കലും ആരെയും കൈവിടുകയില്ല. ആത്മാവ് നശിച്ചു പോകും. അങ്ങനെ വീടും വേണ്ട, എനിക്കൊന്നും വീടൊന്നും പറ്റി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല, ചെറ്റപ്പരയായിരുന്നു. പക്ഷേ എങ്കിലും കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന അധികം തന്ന് എന്നെ ഇന്ന് ജീവിപ്പിക്കുന്നു. തൻ്റെ മാനസാന്തരത്തിന് ശേഷം റാഫേലേട്ടൻ വിശ്രമിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളായ അനേകരെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാനായി നിരവധി പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചു. വരാപ്പുഴ രൂപതയുടെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ നിലകൊണ്ടു. ഇന്നും എറണാകുളം മേഖലയിൽ അനേകം വ്യക്തിത്വങ്ങളെ മദ്യപാനത്തിൻ്റെ പിടിയിൽ നിന്നും വിമോചിപ്പിക്കുവാൻ റാഫേലേട്ടൻ പ്രവർത്തിക്കുന്നു. താൻ അനുഭവിച്ച യേശുവിൻ്റെ രക്ഷ അനേകർക്ക് പകർന്നു നൽകാൻ ഇദ്ദേഹം തളരാതെ യാത്രയാകുന്നു. എൻ്റെ കുഞ്ഞുനാളിലുള്ള ഓർമ്മയെന്നത് ഏതൊരു മദ്യപാനിയുടെയും മക്കളെപ്പോലെ തന്നെ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. പല രാത്രികളിലും ഉറക്കമൊഴിച്ച് ഞാനും അമ്മയും എൻ്റെ ചേട്ടനും കൂടി എൻ്റെ അപ്പനെ അന്വേഷിച്ചു പോകുന്ന ചില നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ എന്നും എൻ്റെ ഉള്ളിലുണ്ട്. പഠിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ പോലെ വസ്ത്രം ധരിക്കാൻ കഴിയാതെ പഠനത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വേദനകളും. പക്ഷേ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും എൻ്റെ അമ്മ തികഞ്ഞ ദൈവവിശ്വാസത്തോടുകൂടി എൻ്റെ അപ്പച്ചൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഹൃദയത്തിലേക്ക് വരികയും അവിടെ അപ്പച്ചൻ്റെ മദ്യപാനമെന്ന വലിയ പാപാവസ്ഥ മറിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള ഞങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ്. ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും അതിൻ്റെ ഫലമായി ഞങ്ങളെല്ലാവരും ഈശോയുടെ സേവനത്തിനായിട്ട് മുൻപോട്ട് വരികയും ചെയ്തു. ഞാനും എൻ്റെ പെങ്ങളും ദേവാലയത്തിൽ മതബോധനം പഠിപ്പിക്കുകയും
22 കൊല്ലമായി ഞാൻ ഞങ്ങളുടെ ദേവാലയത്തിൽ മതബോധനം പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടുത്തെ കൃപ വഴി അവിടുത്തെ അടുക്കലേക്ക് അടുപ്പിച്ചു. ഇപ്പോൾ ഈ കാണുന്ന സന്തോഷവും സമാധാനവുമെല്ലാം ദൈവത്തിൻ്റെ ഈശോയുടെ കടന്നുവരലിന് ശേഷമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഇതാ പുതുവൈപ്പിനിലെ ഈ കടൽ തീരത്ത്, ഈ ഗ്രാമത്തിൻ്റെ ഉള്ളറകളിൽ ഇദ്ദേഹം അനുസരിക്കുന്നു. യേശുവിൻ്റെ വിമോചനം, യേശുവിൻ്റെ രക്ഷ, ഇവ ഈ ജീവിതം പ്രഘോഷിക്കുന്നു. അതിനാൽ തന്നെ 2017 മികച്ച പ്രവർത്തകനുള്ള KCBC മദ്യവിരുദ്ധ സമിതിയുടെ അവാർഡ് റാഫേലേട്ടനെ തേടിയെത്തി. എൻ്റെ പേര് തോമസ്. ഞാൻ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ്. ഞാൻ മദ്യപാനത്തിൽ പെട്ട് ആകനെ ഭയങ്കര ഒരു വിഷമത്തിൽ നടക്കുമ്പോഴാണ് റാഫേലേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടത്. ഒരുപാട് നാളായി പുള്ളി എൻ്റെ പുറകിൽ ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി തരാം. ഞാൻ പിന്നെയും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പുള്ളിനെ മൈൻഡ് ചെയ്യാതെ കുറേ നാളിങ്ങനെ നടന്നു. പിന്നെയും പുള്ളി എൻ്റെ മനസ്സിലേക്ക് പുള്ളി വന്നെയാണ്. പിന്നെ ആ മദ്യത്തിൽ ഇടപെട്ട് വീട്ടിൽ കിടക്കുമ്പോഴാണ് എനിക്ക് മദ്യപാനം നിർത്താനായിട്ടുള്ള സമയമായി, നീ നിർത്തിക്കോ, നീ രക്ഷപ്പെടും. അപ്പോഴാണ് റാഫേലേട്ടൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച്, നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി തരാം, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിനെ ഞാൻ വിശ്വസിച്ച് പുള്ളിയുടെ കൂടെ പോന്നു. ഞാനിപ്പോൾ 8 വർഷമായി മദ്യപാനം ഞാൻ നിർത്തിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കുടുംബമായി വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ആഘോഷ പരിപാടികളാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഞാൻ മദ്യപാനം നിർത്തിയില്ല. അത് റാഫേലേട്ടൻ കാരണമാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ കാരണം. പുതുവൈപ്പ് സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയോട് ചേർന്നുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്നുള്ള പ്രവർത്തനം വഴിയും തൻ്റെ കുടുംബത്തോടൊത്തുള്ള പ്രവർത്തനങ്ങൾ വഴിയും ഇന്ന് അനേകം ആത്മാക്കളെ ഇവർ രക്ഷയുടെ പുത്തൻ തീരങ്ങളിലേക്ക് ചേർക്കുന്നു. ശ്രീ റാഫേൽ മുക്കത്തിനെ കുറിച്ച് പറയുവാൻ എനിക്കേറെ സാധിക്കും. കാരണം ഏതാണ്ട് 20ഓളം വർഷമായി ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. മദ്യവിരുദ്ധ സമിതി വരാപ്പുഴ തിരുവതിയിൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 18 വർഷമായി. അതിനുമുമ്പ് 2 വർഷം മുമ്പ് അദ്ദേഹം പുതുവൈപ്പ് ഇടവകമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, കടുത്ത മദ്യപാനിയായിരുന്നു. ആ നാടിനും നാട്ടുകാർക്കും അദ്ദേഹം ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ ആ ഇടവകയിൽ വന്ന വികാരിയച്ഛൻ അലക്സ് ചിങ്ങനിറച്ചൻ്റെ സ്നേഹ നിർഭരമായ സമീപനത്തിലൂടെ അദ്ദേഹം ധ്യാനത്തിന് പോവുകയും മാനസാന്തരത്തിലേക്ക് വരികയും പിന്നീട് ആശയിൽ ഉപേക്ഷിച്ച് ആ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായി മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതം വളരെ എല്ലാവർക്കും മാതൃകാജനകവും പ്രചോദനവുമായിരുന്നു. മദ്യസമിതി ആരംഭിച്ച നാൾ മുതൽ അദ്ദേഹം പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയും ഇന്നുവരെ ഈ പ്രസ്ഥാനത്തെ ശക്തിയോടെ നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി വളരെയധികം മദ്യപാനികളും തെറ്റായ ജീവിതം നയിച്ചവരൊക്കെ ദൈവത്തിലേക്ക് പിന്തിരിയുകയും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ വളരെ വിലപ്പെട്ട നന്മകൾ ചെയ്യുന്ന വ്യക്തികളായി മാറുകയും ചെയ്തു. റാഫേലേട്ടൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പാഠമാണ്. ആരെയും ഇങ്ങനെയുള്ള വ്യക്തികളെ എഴുതിത്തള്ളാൻ നമ്മൾ പാടില്ല. അവരെയൊക്കെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും. കാരണം നല്ല ഇടയൻ വന്നിട്ടുള്ളത് തെറ്റിപ്പോയ ആടുകളെ തേടിയെത്താനാണ്. ആ ഇടയധർമ്മമാണ് റാഫേലേട്ടനിലൂടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്ന് അടിമപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്ന വ്യക്തികൾ ഈ സഹോദരൻ്റെ ജീവിതം മാതൃകയാക്കുകയും അദ്ദേഹത്തിലൂടെ സംഭവിച്ച അതേ നന്മ അവർക്കും ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രത്യാശ റാഫേലേട്ടൻ്റെ ജീവിതം നൽകുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മദ്യവിരുദ്ധ സമിതി വരാപ്പുഴ അതിരൂപതയ്ക്ക് വളരെയേറെ നല്ല സംഭാവനകൾ നൽകി.
ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല പ്രവർത്തനത്തിനുള്ള അവാർഡ് അദ്ദേഹം നേടുകയുണ്ടായി. അതിൽ രൂപത വളരെയധികം അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അനേകം ജീവിതങ്ങൾക്ക് മാതൃകയായും അവർ സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായി മാറുകയും ചെയ്യും. മദ്യപാന ചികിത്സയ്ക്ക് പോയി ചികിത്സയും ധ്യാനവും കൂടി വരുന്നൊരു വ്യക്തി അവൻ പാപബോധത്തിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കും, പാപബോധത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ദൈവം ഇത്രയും വലിയ പാപിയായി എന്നോട് ദൈവം ക്ഷമിക്കുമോ, ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിക്കുമോ എന്ന്. കർത്താവ് പറയുന്ന വചനം ഇതാണ്, നിൻ്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളതാക്കി തീർക്കും എന്ന്. കർത്താവിൻ്റെ ഈ വചനം ഒരിക്കലും പാഴാവുകയില്ല. പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വയ്ക്കുന്ന വ്യക്തിയുടെ ഒരു പാപത്തെക്കുറിച്ച് ഒന്നുപോലും കർത്താവ് പിന്നെ ഓർക്കുന്നില്ല. പിന്നീടുള്ള പ്രവർത്തനങ്ങളാണ് കർത്താവ് മാനിക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകും. കുടുംബത്തിൽ എന്നും ആഹ്ലാദമായിരിക്കും. അതിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മൾ ശ്രമിച്ചാൽ വീണ്ടും ഈ തിന്മയിലേക്ക് നമ്മൾ കടന്നു പോകില്ല. കുടുംബത്തോടുള്ള സ്നേഹം നമ്മളെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തും. ചില ഹൃദയങ്ങളിൽ യേശു വന്ന് പിറക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പുത്തൻ പ്രഭയാൽ ഉജ്ജ്വലിക്കുന്നു. ചില കുടുംബങ്ങളിൽ യേശു വന്ന് പിറക്കുമ്പോൾ അവിടം സമാധാനം നിറയുന്ന സ്വർഗീയ സൗരഭ്യം നിറയുന്നു. പിറവിയുടെ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കുടുംബം ഇതാ ഈ കടൽ തീരത്തുകൂടെ നടന്നു നീങ്ങുന്നു. ഒരു നാൾ മദ്യമെന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും മാറി യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പുത്തൻ പ്രഭയാൽ നിറഞ്ഞ് സന്തോഷത്തോടെ ഈ കടൽ തീരത്തുകൂടെ പിറവിയുടെ സന്തോഷം നിറഞ്ഞൊഴുകട്ടെ മണ്ണിലും മനസ്സിലും.